തിരുവനന്തപുരം വെഞ്ഞാറമൂട് ആലന്തറയിൽ മാലിന്യ നിക്ഷേപം ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കം കലാശിച്ചത് ഗുണ്ടാ ആക്രമണത്തിൽ. രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരാതി നൽകിയതിന് പ്രതികാരമായി പരാതിക്കാരന്റെ വീടും സർക്കാർ അംഗീകൃത ഫിഷ് ഫാമും JCB ഉപയോഗിച്ച് അക്രമി സംഘം തകർത്തു. 28 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഈ മാസം 2-നാണ് സംഭവങ്ങളുടെ തുടക്കം. പൊതുസ്ഥലത്ത് മരുത്തൂർക്കോണം സ്വദേശികളായ ബിജുവും സുഹൃത്ത് സന്ദീപും മാലിന്യം തള്ളുന്നത് പ്രദേശവാസിയായ ലാൽ ചോദ്യം ചെയ്തത് വാക്കേറ്റത്തിൽ കലാശിച്ചു. തുടർന്ന് ബിജുവും സന്ദീപും ചേർന്ന് ലാലിനെ ഇരുമ്പ് കമ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി ആരോപണമുണ്ട്. ഇതിന് പ്രതികാരമായി പരിക്കേറ്റ ലാലിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം ബിജുവിന്റെ ഫാം ഹൗസിലെത്തി ക്രൂരമായി മർദ്ദിക്കുകയും കത്തിക്കൊണ്ട് തലയിൽ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മാരകമായി പരിക്കേറ്റ ബിജു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരപ്പങ്കോട് മുതൽ പാമനപുരം വരെയുള്ള റോഡ് സൈഡിലെ മണ്ണെടുത്ത PWD മണ്ണെടുത്ത് ആ മണ്ണുകൾ നിലനിർത്താൻ ഇതിന് ഉപയോഗിച്ചത് അത് ഇവര് ജിയോളജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പാറ പൊട്ടിക്കുന്നത് അനിയന്റെ വീടിന്റെ സമീപത്തായിട്ട് ഒരു അനധികൃതമായി പാറ പൊട്ടിച്ചു. ആ പാറയുടെ ഈ പൊട്ടിക്കുന്നതിന്റെ ആഘാതത്തിൽ അവന്റെ വീട്ടിന്റെ ചുവരിൽ വിള്ളലുണ്ടായി. അവൻ മൈനിങ് ആൻഡ് ജിയോളജി പരാതി കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. നിരന്തരം അനിയനുമായിട്ട് ഇവരിങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടെ ഉണ്ടാവുകയും. എന്നാൽ ബിജുവിനെ ആക്രമിച്ചതിലൂടെ മാത്രം അക്രമികളുടെ കലി തീർന്നില്ല. തുടർന്ന് പഞ്ചായത്ത് ലൈസൻസോടെ പ്രവർത്തിക്കുന്നതും ഫിഷറീസ് വകുപ്പിന്റെ അവാർഡ് നേടിയിട്ടുള്ളതുമായ ബിജുവിന്റെ അനശ്വര ഫിഷ് ഫാം സംഘം JCB ഉപയോഗിച്ച് തകർത്തു. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഷെഡുകൾ, വാട്ടർ ടാങ്കുകൾ, പമ്പ് സെറ്റുകൾ എന്നിവ പൂർണ്ണമായും നശിപ്പിച്ചു. ഫാമിൽ പാർക്ക് ചെയ്തിരുന്ന കാർ JCB ഉപയോഗിച്ച് മീൻ വളർത്തുന്ന കുളത്തിലേക്ക് തള്ളിയിട്ടു. സ്കൂട്ടറുകളും വീട്ടുപകരണങ്ങളും ഫലവൃക്ഷ തൈകളും സംഘം നശിപ്പിച്ചു. വാഹനത്തിൽ നിന്ന് ഓയിൽ ചേർന്നതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന അവസ്ഥയിലാണ്. ഈ സ്ഥാപനം ഇനി പ്രവർത്തിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തിയതെന്ന് ബിജുവിന്റെ സഹോദരൻ ബിനു ആരോപിച്ചു. വരാലിന്റെ ഒരു യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ധാരാളം വരാല് ഇതിനകത്തുണ്ട്. ആ വരാലിന് കൊടുത്തിരുന്ന വെള്ളത്തിന്റെ ഇതായിരുന്നാലും മറ്റുള്ള ഇതായിരുന്നാലും എല്ലാം കട്ട് ചെയ്ത് പൈപ്പ് ലൈനും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അതിനകത്ത് ടാങ്കുകള്, വേസ്റ്റുകള്, അറബാന, അതായത് ഇതിനകത്ത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും അതും ഇതും എല്ലാം വാരിയിട്ട് ഗ്ലാസ് ടാങ്കുകളെല്ലാം പൊട്ടിച്ചിട്ട് ഇവിടെ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു, ഇൻവെർട്ടർ നശിപ്പിച്ചു. ഇവിടെ അതാ ഒരു CCTVയുടെ ഒരു TV ഉണ്ടായിരുന്നു, അതെല്ലാം മേശ, നമ്മുടെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബിജുവിനെ മർദ്ദിച്ചതിനും ഫാം തകർത്തതിനും ഒരു കേസും ബിജു ലാലിനെ ആക്രമിച്ചതിനെ തുടർന്ന് മറുഭാഗം നൽകിയ പരാതിയിൽ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.